നമസ്കാരം. ഷെരീഫ് കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പെരുന്നാളിന് ഉണ്ടാക്കാൻ പറ്റിയൊരു വിഭവമാണ്. യമനി ഫുഡാണ് ശരിക്കും. അറേബ്യൻ ഫുഡാണ്. എല്ലാവരും പെരുന്നാളിന് ബിരിയാണി അല്ലെങ്കിൽ നെയ്ച്ചോറ്, ഇപ്പോൾ കുറേയൊക്കെ കപ്സൊക്കെ വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു വെറൈറ്റിയാണ് ഈ സാധനം. മധുബൂത്ത് എന്ന് പറയും. സൗദി അറേബ്യയിൽ ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഒരു ഐറ്റമാണിത്, മധുബൂത്ത്. ആ സാധനം നമ്മൾ ഉണ്ടാക്കാൻ പോണത് ചിലവ് ഏറ്റവും കുറഞ്ഞ ഐറ്റമാണിത്. അധികം മസാലകൾ വേണ്ട, കഷ്ണങ്ങൾ വേണ്ട, അങ്ങനത്തെ ഒരു സാധനം വേണ്ട. ഏറ്റവും നെയ്യ് വേണ്ട, എണ്ണ വേണ്ട, ഇതൊന്നും ഇല്ലാണ്ട് നമുക്ക് ഒരു കുക്കർ ഉണ്ടായാൽ അതിൽ നമുക്ക് വേവിച്ചെടുക്കാൻ പറ്റുന്ന ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് അതിൻ്റെ സാധനങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടാം. ഒരു കോഴിയെ വാങ്ങിയിരിക്കുന്നത് ഒരു 200-300 ഉണ്ട്. വലിയ പീസാക്കി വെട്ടിയിരിക്കുന്നത്. എന്താ വെച്ചാൽ അത് മധുബൂത്തിന് വലിയ പീസ് വേണം. അപ്പോൾ അതിനാണ് വലിയ പീസാക്കി വെട്ടിയിരിക്കുന്നത്. 2-3 വട്ടം കഴുകി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വെള്ളം മൊത്തം വാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് പാത്രത്തിലേക്ക് വയ്ക്കാം. മധുബൂത്തിലേക്ക് വേണ്ട വെജിറ്റബിളാണ് ഇപ്പോൾ ഇത്. കിഴങ്ങ്, തക്കാളി, അതുപോലെ സബോള, പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു അല്ലി വെളുത്തുള്ളി പൊളിച്ചിട്ടിരിക്കുകയാണ്. ഇത്ര ഐറ്റംസ്, പിന്നെ ഒരു ചെറുനാരങ്ങ. ഇത്രയാണ് ഇതിപ്പോൾ ആവശ്യമുള്ളത്. വേറെയും മസാല ഉണ്ട്. ഇതിപ്പോൾ ചിക്കൻ വേവിക്കാൻ വേണ്ടിയുള്ള മസാലയാണ്. ഇത് നല്ലതൊന്ന് കഴുകിയെടുക്കാം. കിഴങ്ങിൻ്റെ ഒന്നും തോലി കളയില്ല കേട്ടോ. കിഴങ്ങൊക്കെ നല്ല വൃത്തിയായിട്ട് മണ്ണ് കളഞ്ഞ് കഴുകിയെടുക്കുക. എന്നിട്ട് അങ്ങനെ ഇട്ടാണ് ചെയ്യുക. കുറച്ച് ഉപ്പിട്ടിട്ട് കൂടി കഴുകിയിടുന്നുണ്ട്. അത് ഉപ്പ് ഇടുന്നത് നല്ലതാണ്. ഈ വല്ല വിഷാംശമൊക്കെ ഉണ്ടെങ്കിൽ പോകാനേ കുറച്ച് ഉപ്പിട്ടിട്ട് കുറച്ച് നേരം വെച്ചിട്ട് ഒന്ന് കഴുകിയെടുക്കണം. അപ്പോൾ നമുക്കിതിൻ്റെ കിഴങ്ങൊക്കെ കട്ട് ചെയ്യാം. തൊലിയൊന്നും കളയില്ല. ഇതൊരു യമനി ഫുഡാണ്, മധുബൂത്ത്. ഇത്ര വന്ന കഷ്ണമാക്കി ഇടുക. ഇത് മറ്റുള്ള കട്ട് ചെയ്യുന്ന പോലെ ഇതൊക്കെ വലിയ കഷ്ണമായിട്ടാണ് കട്ട് ചെയ്ത് തരാം. സബോളയാണെങ്കിലും തക്കാളി ആണെങ്കിലും പച്ചമുളകൊക്കെ അങ്ങനെയാണ് ഇടുന്നത്. അല്ലാണ്ട് വേറെ ആവശ്യമില്ല. ഇത് ചതക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. പച്ചമുളക് ഞെട്ടി കളയുക. പിന്നെ ഒരു ചെറുനാരങ്ങയുടെ പകുതി, അതും കട്ടാക്കി ഇടാം. തക്കാളി 2 തക്കാളി മതി. ഇപ്പോൾ 2 കിലോ അരി എടുക്കണുള്ളൂ. 4 കഷ്ണമാക്കിയിട്ട് അതിലേക്ക് ഇട്ടാൽ മതി. ഇതിന് നമുക്ക് മറ്റുള്ള നമ്മുടെ ബിരിയാണി ഐറ്റംസൊക്കെ ഇല്ലേ, അതിൻ്റെ പോലുള്ള മസാലകളൊന്നും വേണ്ട. നെയ്യ് വേണ്ട. ഇതിൻ്റെ ഇതിൽ തന്നെ ഇത് വെച്ചെടുക്കുകയാണെങ്കിൽ ഇഞ്ചിയൊക്കെ അങ്ങനെ കഷ്ണമാക്കിയിട്ടാൽ മതി. ചെറിയൊരു കഷ്ണം ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളൂ. 2 കിലോ അരിക്കാണത്. ഇത്ര ഒരു ഫുള്ളായിട്ട് അതിൻ്റെ സെൻറ്റർ കട്ട് ചെയ്തെടുക്കുകയാണ്. ഒരു 6 എടുത്തിട്ടുള്ളൂ വെളുത്തുള്ളി കേട്ടോ. ഇത് നല്ലൊരു ഹെൽത്തി ഫുഡാണിത്. മസാലകളൊന്നും അരിയല്ലാണ്ട് ഒരു ഹെൽത്തി ഫുഡാണിത്. ഇത്ര ഐറ്റംസാണ് നമ്മൾ കോഴി വേവിക്കാൻ വേണ്ടിയിട്ട് ഇടുന്നത്. ഇത് മാഗി. ഈ സാധനം ഇതിൽ ഉടച്ച് ചേർക്കണം. ഈ മസാലയിൽ ഉടച്ച് ചേർക്കണം. എന്നിട്ടാണ് കോഴിയിൽ മിക്സ് ചെയ്യുക. ഇതിങ്ങനെ ഉണ്ടാവും, 2 കട്ട ഉണ്ടാവും. അത് നമ്മളിതിൻ്റെ കൂടെ ഇട്ടിട്ട് മിക്സ് ചെയ്യണം. ഇതിൻ്റെ കൂടെ ഇടുകയാണ് ചെയ്യുക. കടകളിലൊക്കെ വാങ്ങാൻ കിട്ടുന്ന സാധനമാണിത്, മാഗി. ഇനി അതിൻ്റെ മസാല കൂട്ടാം നമുക്ക്. ഇതിലേക്ക് കൂട്ടാൻ പോകുന്നതാണ് ഉപ്പ്, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇത് നമ്മുടെ മസാലപ്പൊടിയാണ്.
ഇത് മുളക് ചതച്ചത്. സാധാരണ നമ്മുടെ മുളക് കഴുകിയിട്ട് അത് ഉണക്കി അത് ചതച്ചതാണത്. നമ്മൾ മിക്സിയിൽ പൊടിച്ചെടുത്താണത്. കോഴി കുറച്ച് വലിയ പീസായി കട്ട് ചെയ്യണം. ഇപ്പോൾ നമ്മളൊരു കോഴി 8 കഷ്ണം വെച്ചേ വെട്ടിയിട്ടുള്ളൂ. എന്നാണ് ഇതിൻ്റെ തീരെ എങ്ങനെയാണ്. ഇനി നമുക്ക് ഓരോന്നോരോന്ന് ഇതിലിടാം. മഞ്ഞൾപ്പൊടി നമ്മളെ ചെറിയ സ്പൂണാണ്, അതിനൊരു 3 സ്പൂൺ മഞ്ഞൾപ്പൊടി കേട്ടോ. പിന്നെ ഉപ്പൊരു 3 സ്പൂൺ കേട്ടോ. ഇതിൻ്റെ നോക്കണം, ഇതിൻ്റെ ഇടയ്ക്ക് ഒന്ന് നമ്മൾ ഉപ്പൊക്കെ കറക്റ്റാണെന്ന് ഇത് തിളച്ച് വരുമ്പോൾ നോക്കണം. മസാലപ്പൊടി ഒരു സ്പൂൺ ഫുള്ളിട്ടാൽ മതി. കുരുമുളക് ഒരു 3 സ്പൂൺ. ഇതിൽ മറ്റുള്ള മുളക് പൊടിയോ കാര്യങ്ങളൊന്നും വേണ്ട, മല്ലിപ്പൊടി വേണ്ട. കുരുമുളക് ഒരു 3 സ്പൂണ്. പിന്നെ അതാ പറഞ്ഞേ മുളക് ചതച്ചത്, അത് കുറച്ച് കൂടുതൽ വേണം. ഒരു 3, 4, 5, 6, 7, 8, 9, 10 ഒരു 10 സ്പൂൺ ഉണ്ട് കേട്ടോ മുളക് ചതച്ചത്. ഇനി ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് മാഗി. ഇതിൽ നമുക്ക് ഉടച്ച് ചേർക്കണം. ഈ സാധനം ഉടച്ച് ഇതിൽ ചേർക്കണം. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്ത് പിടിപ്പിക്കത്തില്ല. ചെറുനാരങ്ങയുടെ പീസൊക്കെ ഇതിലുണ്ട്, അതൊക്കെ ഒന്ന് ഉടച്ച് ഇതിൽ കയറ്റി മിക്സ് ചെയ്ത് പിടിപ്പിക്കുക. വേറെ കളറോ കാര്യങ്ങളോ ഒന്നും വേണ്ട. നല്ല ഹെൽത്തി ഫുഡാണ് കേട്ടോ. നമ്മളിങ്ങനെ കുഴയ്ക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ല് വരും അത്. ഇനി നമുക്ക് കുക്കറിലേക്ക് മാറ്റാം. നമ്മളിപ്പോൾ ഇത് വേവാൻ വേണ്ടിയിട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇത് വേവുള്ള വെള്ളം മതി, ഒരൊറ്റ കപ്പ് ഒഴിച്ചിട്ടുള്ളൂ. പിന്നെ നമുക്ക് അരിയുടെ ഏത് അരിയാണോ അതിനനുസരിച്ച് വെള്ളം ഒഴിക്കണം. ഇത് നമ്മൾ കുക്കറിലേക്ക് മാറ്റാണ്. കഴിയുകയാണെങ്കിൽ ഈ വെള്ളത്തിലൊന്ന് ഉപ്പ് നോക്കുക, എന്നിട്ട് അതിനനുസരിച്ചിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഒറ്റ വിസിലടിച്ചാൽ മതി കേട്ടോ. ഈ ഫുഡ് കുക്കറിലാണ് ഉണ്ടാക്കുക കൂടുതൽ. ചെമ്പുകൾ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു എയിം കിട്ടില്ല. കുക്കറാണ് ഇതിൻ്റെ മെയിൻ ഐറ്റം. കുക്കറിലാണ് ഉണ്ടാക്കേണ്ടത്. എണ്ണയൊന്നും വേണ്ട കേട്ടോ. ഇനി കോഴിയുടെ അതിൻ്റെ നെയ്യ് ഇറങ്ങിയിട്ട് അത് മതി. അപ്പോൾ നമുക്ക് സ്റ്റവ് കത്തിച്ചിട്ട് കുക്കർ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒരു വിസിലടിക്കാം. ഒറ്റ വിസിലടിച്ചാൽ മതി. ഇങ്ങനെ വെച്ചിട്ട് മൂടി വെച്ചിട്ട് ഒരൊറ്റ വിസിലടിച്ചാൽ കോഴി ഹാഫ് വേവാവും. പിന്നെ അരിയൊക്കെ ഇട്ടിട്ട് ഒരു വിസിൽ കൂടി അടിച്ചാൽ അത് ഫുള്ളായി. നമ്മളെ മധുബൂത്ത് റെഡിയാവും ആ സമയത്ത്. നമ്മുടെ കുക്കർ വിസിൽ വന്നുകൊണ്ടിരിക്കുന്നത് ചിക്കൻ ഇട്ട ഒരു വിസിലും പിന്നെ റൈസ് അടക്കം മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ ഒരു വിസിലടിച്ചാൽ നമ്മുടെ ചോറും ഇറച്ചിയെല്ലാം കറക്റ്റ് വേവായിരിക്കും. ഞങ്ങൾ ഭക്ഷണം വെച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ തൊട്ട കൂട്ടുകാരൻ്റെ വളപ്പിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ. അടിപൊളിയായിട്ട് മഴ പെയ്യുന്നുണ്ട്. കുക്കറായതുകൊണ്ട് നമുക്ക് വലിയ സീനില്ല. വേറെ വല്ല പാത്രങ്ങളൊക്കെ ആണെങ്കിൽ ഇവിടുത്തെ ഓടേണ്ടി വന്നായിരുന്നു. എന്താ ചെയ്യുക, കുട ഇല്ലെങ്കിൽ പിന്നെ കസാരട്ട് കമത്താനേ പറ്റുള്ളൂ. കുട എടുത്തില്ലേ വീട്ടിൽ നിന്ന് വരുമ്പോൾ കസാരട്ട് കമത്തി നിൽക്കേണ്ട ഗതികേടായി. വാഴയുടെ ഇടയിലേക്ക് നിൽക്കണ്ടായി. നല്ല മഴയായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. മഴ പെയ്യട്ടെ. വെള്ളമില്ലാണ്ട് ആൾക്കാർ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഈ മഴ കൊള്ളേണ്ട മഴയാണ്. കസാര കമത്തി എന്നിട്ടൊന്നും കാര്യമില്ല. മഴ കൊള്ളണം. നമ്മൾ 2 കിലോ അരിയാണ് എടുത്തിരിക്കുന്നത്. 2 കിലോ അരിയാണ് നമ്മൾ വാങ്ങിക്കുന്നത്. ലോങ് റൈസാണ്. നമ്മുടെ ഇവിടെ വാങ്ങുന്നത് ഇന്ത്യ ഗേറ്റാണ്. ആ അരിയാണ് നമ്മൾ വാങ്ങിക്കുന്നത് 2 കിലോ. ഇത് നന്നായി 3 തവണ നന്നായി കഴുകുക. നല്ല മഴയായി പോയി. അപ്പോൾ നമ്മൾ തുറന്നു നോക്കുകയാണ്. ചിക്കൻ ഹാഫ് വേവായിട്ട് ഇതാണ്. കിഴങ്ങൊക്കെ
വെന്തുണ്ട്. ഇതിൽ നമ്മൾ 1 കപ്പ് വെള്ളമാണ് ഒഴിച്ച് നമുക്ക് 2 കിലോയിലേക്ക് ഇനി ഇതിൽ വെള്ളമാണ് കറക്റ്റ് ചെയ്ത് ഒഴിക്കിട്ടത്. അപ്പോൾ ഇതിൽ 1 കപ്പ് വെള്ളം ഓൾറെഡി ഇതിലുണ്ട്. ഇനിയൊരു നമുക്ക് മൊത്തം 4 കപ്പ് അരിയാണുള്ളത്. 4 കപ്പ് അരിയാണുള്ളത്. അപ്പോൾ 2 കപ്പ് വെച്ചിട്ട് വേണം ഈ ലോങ് റൈസ് അരിക്ക് 2 കപ്പ് വെച്ചിട്ട് ഒഴിക്കണം. 1 കപ്പിന് 2 കപ്പ് വെച്ച് ഒഴിക്കണം. അപ്പോൾ ബാക്കിയുള്ള വെള്ളം കൂടി ഇതിൽ ഒഴിച്ചിട്ട് അരി ഇതിലിടാം. ഓക്കെ, കപ്പിനാണ് നമ്മൾ വെള്ളം അരി അളന്നത്. അപ്പോൾ അതിനാണ് നമ്മൾ അളന്ന് ഒഴിക്കുന്നത്. ഈ കപ്പിനാണ് നമ്മൾ അരി അളന്നത്. എന്നിട്ടാണ് അതിൽ വെള്ളം കറക്റ്റ് ചെയ്ത് ഒഴിക്കാൻ പോകുന്നത്. ഇതിന് 4 കപ്പ് അരിയാണ് ഉണ്ടായിരുന്നത്. അതിന് നമ്മളതിൽ 1 കപ്പിന് 2 കപ്പ് വെള്ളം വെച്ച് ഇതിൽ ഒഴിക്കണം. ലോങ് റൈസ് അരി ആയതുകൊണ്ട്. അപ്പോൾ അതാണ് ഒഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഉപ്പ് കുറച്ച് കുറവുണ്ട്. നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ കോഴിയിലേക്കുള്ള ഉപ്പല്ല ഇട്ടിട്ടുള്ളൂ. ഇനി വെള്ളത്തിലേക്കുള്ള ഉപ്പിന് ആദ്യം ഇടണം നമ്മളിതിൽ. അപ്പോൾ ഉപ്പ് കുറച്ച് ഇട്ടിട്ടുണ്ട് ഇതിൽ. കണ്ടോ, ആ കോഴിയുടെ നെയ്യാണിത്. ഈ സാധനത്തിലാണ് ഈ ചോറ് വെന്ത് കിട്ടുക. വേറെ ഒരു നെയ്യോ ഡാൽഡയോ ഒന്നും വേണ്ട, ഒരു സാധനം ആവശ്യമില്ല. കോഴി ഇപ്പോൾ ഹാഫ് വേവായുണ്ട്. ഇനിയിപ്പോൾ റൈസ് ഇട്ടിട്ട് ഒരു പിസിൽ കൂടി അടിച്ചാൽ കോഴി ഫുള്ള് വേവാവും. പിന്നെ എന്താ വെച്ചാൽ നമുക്ക് ഈ എരിവും പുളിയും എല്ലാം ചേർത്ത് മസാലയൊക്കെ ചേർത്ത് കുഴച്ച് ആ ഒരു ടേസ്റ്റിൽ നിന്നൊരു വെറൈറ്റി ടേസ്റ്റ് ആയിരിക്കും. കുക്കറിലായതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. മഴ നല്ല സ്ട്രോങ് ആയിട്ട് പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കുക്കറിലായതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. കുഴപ്പമില്ല. ഇനി നമുക്ക് റൈസ് ഇട്ടിട്ട് ഇളക്കി അത് സെറ്റ് ചെയ്യാം. നമ്മൾ ചെറിയ സ്പൂണിന് ഒരു 3 സ്പൂൺ ഉപ്പ് ഇടുന്നുണ്ട് കേട്ടോ. എന്നിട്ടൊന്ന് ഇളക്കി നോക്കിയിട്ട് ചെയ്യാം. ഇനി ഈ വെള്ളം ഒന്ന് തിളയ്ക്കണം. തിളച്ചിട്ടാണ് അരി ഇടാൻ പാടുള്ളൂ. എന്നുവെച്ചാൽ നമ്മൾ ആ ഒഴിച്ച വെള്ളത്തിൽ തന്നെ കൊണ്ട് അരി ഇട്ടുണ്ടെങ്കിൽ അരി ഉള്ളു ഉടഞ്ഞിട്ട് ഇങ്ങനെ നുറുങ്ങി പോവുള്ളൂ. വെള്ളം ഒന്ന് തിളച്ചതിന് ശേഷം നമ്മൾ ഇപ്പോൾ ഈ കഴുകി വെച്ച അരി നമ്മൾ ഇതിലിട്ടിട്ട് ഇളക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു ഫിസിലടിച്ചാൽ നമ്മുടെ ഫുഡ് റെഡിയാവും. വെള്ളം തിളച്ചു. ഇനി നമ്മൾ കഴുകി വെച്ച അരി തിരികെ ഇടുകയാണ്. വെള്ളം കണക്കിന് വെച്ചില്ലെങ്കിൽ പണി പോലും കേട്ടോ. ലോങ് റൈസ് ആകുമ്പോൾ 1 കപ്പിന് 2 കപ്പ്. മറ്റേ ചെറിയ അരിയാണെങ്കിൽ 1 കപ്പിന് 1.5 കപ്പ് ഒഴിക്കാൻ പാടുള്ളൂ കേട്ടോ. അത് അരിയുടെ ഇതനുസരിച്ചാണ് വയ്ക്കാൻ പാടുള്ളൂ. ഇതൊന്ന് തിളച്ചാൽ നമുക്ക് മൂടിയിടാം. ഇതൊക്കെ ഇങ്ങനെ തന്നെ കിടക്കും. അതാണ് അതിൻ്റെ ടേസ്റ്റ്. തക്കാളി ഉണ്ടോ ഉടയണുള്ളൂ. നാരങ്ങ, കിഴങ്ങ് പിന്നെ ഏകദേശം വെന്തിട്ടുണ്ട്. ഒരു വിസിലടിക്കുമ്പോൾ വെന്തിട്ടുണ്ട്. അത് നമ്മൾ ഈ മൂടി വെച്ച് ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെറിയതായിട്ട് കത്താൻ പാടുള്ളൂ. ഓവറായിട്ട് കത്തിയാൽ വെള്ളം വറ്റുമ്പോൾ പെട്ടെന്ന് അടി പിടിക്കും. ചെറുതായിട്ട് കത്തിച്ചിട്ട് ഫിസിൽ വരുമ്പോൾ അത് ഓഫ് ചെയ്തിടുക. അപ്പോൾ നമ്മൾ ചോറ് കറക്റ്റ് വേവായി കിട്ടും. അപ്പം മഴ കുറച്ച് മാറി നിൽക്കുന്നുണ്ട്. മഴ പെയ്യും, എന്തായാലും നല്ല മഴ പെയ്യും. അപ്പോൾ നമുക്കിതൊന്ന് അടയ്ക്കാം കേട്ടോ. ഇനി അടയ്ക്കാൻ പോവാണ്. ലിമിറ്റിൽ കത്തണം. ഓവറായിട്ട് കൂടിയ പെട്ടെന്ന് വെള്ളം വറ്റും, ചോറ് വേവില്ല. അപ്പോൾ പിന്നെ അടി പിടിച്ച് പോകും. അപ്പോൾ ഒരു ഫിസിൽ വന്നിട്ടിട്ട് അപ്പോൾ നമ്മളത് ഓഫ് ചെയ്യാൻ പോവുകയാണ്. ഇനി കുറച്ച് നേരം ഒരു 15-20 മിനിറ്റ് വരെ അതിങ്ങനെ വെച്ചാൽ മതി. ഇത് നമുക്ക് ഈ മധുബൂത്തിലേക്ക് ഉണ്ടാക്കാനുള്ള ചട്നിയാണ് കേട്ടോ. അത് ചട്നി ഉണ്ടാക്കാനാണ്. അപ്പോൾ അതിലേക്ക് വേണ്ടത് കുറച്ച് മല്ലിയില, ഒരു 6 തക്കാളി എടുത്തിട്ടുണ്ട്, പിന്നെ പുതിനയുടെ ഇല, ഒരു കഷ്ണം സബോള, പിന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്തതിൻ്റെ ബാക്കിയുള്ള ഹാഫ് ചെറുനാരങ്ങ, ഒരു 4 അല്ലി വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ഒരു 10 മുളക്. ഇതാണ് നമ്മൾ ഇതിലേക്ക്. ഇനി ഇത് മിക്സിയിലിട്ടിട്ട് അടിച്ചിട്ട് ഇതിൻ്റെ കൂടെ കഴിക്കാനുള്ള ഒരു ചട്നി ഉണ്ടാക്കാനാണ് കേട്ടോ. ഇതിൽ ഇനി കുറച്ച് നമ്മൾ നേരത്തെ ചതച്ച മുളക് പൊടിയില്ലേ, അതും കൂടി കുറച്ച് ഇട്ടിട്ട് അത് നല്ലോണം കുഴമ്പ് പോലെ അടിച്ചെടുക്കും. അപ്പോൾ നമുക്കത് അടിച്ചെടുക്കാം. ഓക്കെ. അപ്പോൾ നമ്മൾ മഴ പെയ്തുകൊണ്ട് നേരെ വീട്ടിലേക്ക് കയറി പോകുന്നു. അവിടെ ഇരിക്കാൻ പറ്റാത്ത രീതിയിൽ നല്ല മഴയായി. അപ്പോൾ നമുക്ക് റൈസ് ഒന്ന് തുറന്ന് നോക്കാം.
കുക്കറൊന്ന് തുറന്ന് നോക്കിയിട്ട് നോക്കാം എങ്ങനെ ആയിട്ടുണ്ട് കണ്ട്. ആ ഓക്കെ ആണ് കേട്ടോ, കറക്റ്റ് വേവാണ്, ഇതേപോലെ ഉണ്ടാവും. ഓക്കെ, ഇത് നമ്മൾ കളറോ കാര്യങ്ങളോ ഒന്നും ചെയ്തില്ല, മഞ്ഞൾപ്പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഓക്കെ, നമുക്കൊന്ന് ഇളക്കി നോക്കാം. അധികം പൈസ ചിലവില്ലാത്തൊരു ഐറ്റമാണ്. എന്തായാലും പെരുന്നാളിന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നൊരു വിഭവമാണ്. ലെഗിൻ്റെ പീസൊക്കെ ഉണ്ടോ കറക്റ്റ് വേവായിട്ടുണ്ട്. ഇനി നമുക്കിത് വലിയൊരു ഇലയിലേക്ക് പകർത്തണത്, എന്നാലാണ് ചോറൊന്ന് ഫ്രീ ആയി കാണുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ മധുബൂത്ത് റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ പകർത്തിയെടുക്കുക, ഫുഡിനെ എത്തിയിട്ട് ആ ചോറാണ് ഫ്രീ ആയി കിട്ടും. കുക്കറിൽ എടുക്കുമ്പോൾ നമുക്ക് ചെറുതായിട്ട് ഇത് ഒട്ടി പിടിച്ച പോലെ ഉണ്ടാവും. പക്ഷേ നമ്മളത് വേറൊരു പാത്രത്തിൽ സെർവ് ചെയ്താൽ കറക്റ്റ് ആവും കേട്ടോ. അപ്പം എന്നാൽ എല്ലാവരും ടേസ്റ്റ് നോക്കുക. ഇതൊക്കെ നമ്മുടെ പിള്ളേരാണ്, നമുക്ക് കാറ്ററിങ്ങിന് സഹായിക്കുന്ന പിള്ളേരും നമ്മുടെ മാനേജർ ഉണ്ടെങ്കിൽ ആ മഞ്ഞ ഇതിട്ടാണ് നമ്മുടെ മാനേജർ. അപ്പം എല്ലാവരും ടേസ്റ്റ് നോക്ക്. ഇറച്ചിയൊക്കെ എടുത്ത് കഴിക്കേ. അപ്പോൾ നമ്മുടെ പിള്ളേരെല്ലാവരും ടേസ്റ്റ് നോക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞാൽ ആ ടേസ്റ്റ് നോക്കിൽ കഴിഞ്ഞൊരു അറ്റാക്ക്, അത്രേ ഉള്ളൂ.